ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 43, അതായത് ലാലേട്ടൻ എന്ന സൺഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരു ലൈക്കൊക്കെ തരാൻ മറക്കരുതേ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്നെ കാണിച്ചത് ലാലേട്ടൻ വന്നു, നമസ്കാരമൊക്കെ പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങളുടെ ബാക്കിയും കൂടെ നമുക്ക് കാണാമെന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഫൈറ്റുകൾ അതാണ് കൂടുതലും കാണിച്ചത് കേട്ടോ. ക്യാപ്റ്റൻസി ടാസ്കും പിന്നെ ഫൈറ്റും ഒക്കെയാണ് കൂടുതൽ കാണിച്ചത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ ഹൗസ് മേറ്റ്സിനെ കണ്ടു. ഹൗസ് മേറ്റ്സിനോട് ഓണിയലിനോടാണ് പ്രധാനമായിട്ട് ചോദിച്ചത്, ഓണിയൽ എന്താണ് പരാതി എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഓണിയൽ പറഞ്ഞു, ഒരു ഫോൾസ് അലിഗേഷനാണ് എനിക്ക് നേരെ ലക്ഷ്മി വെച്ചത്, എൻ്റെ ക്യാരക്ടർ അസോസിയേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, കുടുംബത്തിൽ പിറക്കാത്തവൻ, അങ്ങനെ ഒരുപാട് വാക്കുകളൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ബിഗ് ബോസിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്ന് പറയുമ്പോഴും അപ്പുറത്ത് ഇരുന്നിട്ട് ലക്ഷ്മി ക്ലാപ്പ് ചെയ്യായിരുന്നു. അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു കണ്ടൻ്റായിട്ട് എടുക്കാനാണോ? കാരണം ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് ചെയ്തൊരു കാര്യമില്ല, വീഴാൻ പോയപ്പോൾ പിടിച്ചു എന്ന്, അതാണ് അവിടെ ഇഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അതൊരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കണോ? അതാണ് അവിടെ സംഭവിച്ചത്, അത്രയേ ഉള്ളൂ, അതിനെ നിങ്ങൾ തന്നെ ഒരു ഇഷ്യൂ ആക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് മസ്താനിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളെ വല്ലാതെ ഇതാക്കിയ ഓണിയൽ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, അങ്ങനെയുള്ള രീതിയിലൊക്കെ മസ്താനിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം മസ്താനി പറയുന്നുണ്ട്, ഇല്ല, ഇതൊരു ഇഷ്യൂ ആക്കി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു സെക്കൻഡ് പേഴ്സൻ്റെ ഒരു ഒപ്പീനിയന് വേണ്ടിയിട്ട് ചോദിച്ച കാര്യമാണ്, പക്ഷേ അത് ഇത്ര വലിയ കാര്യമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പ്രൈവറ്റായി തീർക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, പ്രൈവറ്റായി തീർക്കാനോ? ഇവിടെ പ്രൈവറ്റ് ഒന്നുമില്ല, ഇവിടെ എല്ലാവരും കാണുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ മസ്താനിയോട് പറഞ്ഞു. എന്നിട്ട് ഇത് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും കാണണ്ടേന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചിട്ട് മസ്താനിയോട് വീണ്ടും ചോദിച്ചു, എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ഒരു പ്രഷർ വന്നു വയറ്റിലേക്ക് ഇങ്ങനെ പിടിച്ചപ്പോൾ. അപ്പം അത് എന്താണെന്നൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചാണ് ലക്ഷ്മിയോട്. അപ്പോൾ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയോട് തന്നെ ചോദിച്ചൂല്ലേ, ഇത് നിങ്ങൾക്കൊരു ഇതില്ലേ, വീഴാൻ പോയതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ മസ്താനിയോട് ചോദിച്ചു. എന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, മസ്താനിക്ക് അത്രക്കും ഇല്ലാത്തൊരു ഉറപ്പില്ലാത്ത കാര്യം ലക്ഷ്മി എങ്ങനെ ഉറപ്പിച്ച് പറയും എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മിയോട് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇല്ല, മസ്താനി വന്ന് പറഞ്ഞത് അനുസരിച്ചിട്ട് ചോദിക്കണം. അപ്പം ലാലേട്ടൻ വീണ്ടും ചോദിക്കണേ, നിങ്ങൾ എന്താ പറഞ്ഞു, ഞാനൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും 50 മീറ്റർ അകലെയെന്നോ? ഏത് ബസ്സിലാണ് നിങ്ങൾ ട്രാവൽ ചെയ്തത്? ഈ കേരളത്തിലെ ബസ്സിലൊന്നും അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഏത് ട്രാൻസ്പോർട്ടാണത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ തെറ്റാണ്, ഞാനത് ഫുള്ളായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു, എന്ത് തന്നെ ഓണിയൽ അത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ അങ്ങനെ ഒരാളെ പറയരുത്, കാരണം കൊന്നിട്ട് ഒരാളോട് മാപ്പ് ചോദിക്കുന്നതിനോടൊന്നും കാര്യമൊന്നുമില്ല, പക്ഷേ ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അവർ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കാര്യമാണല്ലോ, ഇന്നലെ വന്നത് പ്രിപ്പറേഷൻ ഇല്ലാത്തൊരു കാര്യമായിരുന്നു, അതായത് ആദില നൂറയുടെ കാര്യം, അതവർ ചോദിക്കുന്നു വിചാരിച്ചിട്ടില്ല, പക്ഷെ അതായിരുന്നു ഇതാണ് പ്രതീക്ഷിച്ച് നേരത്തെ ഇതാക്കി വെച്ചതാണ്, പക്ഷെ ഇന്നാണ് അത് ചോദിച്ചത്. അപ്പം നേരത്തെ ഇതാക്കി വെച്ചതുപോലെ തന്നെ ലക്ഷ്മി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഓണിയൽ പറഞ്ഞ്, എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ വർക്ക് ചെയ്യണവരും എല്ലാം ഈ ഒരു ഇത് കാണുന്നതല്ലേ, അവരൊക്കെ ഇങ്ങനെ ഒരു അലിഗേഷൻ വരുമ്പോൾ അവർക്ക് എന്തായിരിക്കും മാനസികാവസ്ഥ, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, വീട്ടുകാർക്കോ, ഓണിയലിൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ മലയാളി പ്രേക്ഷകർക്കോ ഞങ്ങൾക്കോ ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇത്, അതുകൊണ്ട് തന്നെ ഓണിയൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഓരോ ഹൗസ് മേറ്റ്സിനോട് ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്, തെറ്റായിട്ട് തോന്നി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെ തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ആ ഒരു ബാഡാണ് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ ഫേസിൽ കാണണം. മസ്താനിയുടെ ഫേസിൽ കണ്ടിട്ടില്ല. അഥവാ അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഇത് സംസാരിക്കണം, അല്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കണമായിരുന്നു, ഇത് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. ഇല്ല, പിന്നെ കുറേ നേരം കഴിഞ്ഞ് അത് ആലോചിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഇതിൽ കാര്യമില്ല, ഇതിനു വേണ്ടി തന്നെ അവർ ചെയ്തതാണോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത്. അക്ബർ പറയുന്നുണ്ട്, ഈ പറഞ്ഞ സോറിയൊന്നും എടുക്കാൻ പറ്റില്ല, ഇതൊക്കെ സത്യം തന്നെയാണോ എന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല, ഈ സോറിയൊക്കെ പറഞ്ഞത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാണോന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പ്രവീൺ എണീച്ച് പറയുന്നുണ്ട്, ലാലേട്ട, ഇത് മസ്താനി കാല് പിടിച്ച കണക്കിനാണ് പറഞ്ഞത്, പുറത്ത് പറയരുത്,
പുറത്ത് മീൻസ് ഇതൊരു ഇഷ്യൂ ആക്കരുത്, ഞാനൊരു ക്ലാരിഫൈന് വേണ്ടി മാത്രം ചോദിച്ച ഒരു ഒപ്പീനിയൻ ചോദിച്ചാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ലക്ഷ്മി വന്നിട്ടാണ് മാറി ഇതെനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പോയി സംസാരിച്ചത്. അല്ലാതെ ഇതിൽ ഇവരുടെ കാര്യം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഓണിയലിൻ്റെ അമ്മ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, പ്രൗഡാണ് നിന്നെക്കുറിച്ച്, ഞങ്ങൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 24 hours എന്നുള്ള രീതിയിലൊക്കെ അമ്മ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാണിച്ചത് ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് ചോദിച്ചത് ലാലേട്ടൻ. ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞപ്പം അഭിലാഷ് പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, ഇപ്രാവശ്യം കുറച്ചുകൂടെ നല്ല പ്ലേറ്റും കപ്പുകളൊക്കെ കഴുകി വെക്കാന കാര്യത്തിലും ഒക്കെ ക്യാപ്റ്റൻസി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അനീഷിനോട് ലാലേട്ടൻ ചോദിച്ചു. അനീഷ് സത്യസന്ധമായിട്ട് മറുപടി പറയൂ, ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അനീഷ് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പുറത്തൊന്നൊക്കെ ക്ലാപ്പ് വന്നു. അനീഷ് ഒരാളെ നല്ലത് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിച്ചു. അനീഷ് ഒരാളെ നല്ലത് പറഞ്ഞത് ആരൊക്കെ പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച്, ഇല്ല ലാലേട്ട സത്യമായിട്ട് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നു, ഏതൊരു പ്രശ്നവും സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരുടെ അടുത്തും എത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പിന്നെ ഓരോരുത്തരോട് ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചു. എല്ലാവരും പറഞ്ഞത് ഒരു കാര്യമാണ്, ക്യാപ്റ്റൻസി നന്നായിരുന്നു, എല്ലാ സൈഡും ഓക്കെ ആയിരുന്നു, പക്ഷേ ടോയ്ലറ്റ് സൈഡ് മാത്രം വൃത്തി ഉണ്ടായിരുന്നില്ല, ആ ഭാഗം മാത്രം നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പം ലാലേട്ടൻ ജിസേലിനോട് ചോദിച്ചു, അതെന്താ ജിസേൽ, ടോയ്ലറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ നിങ്ങളല്ലേ, അതെന്താ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ചോദിച്ചപ്പോൾ ജിസേൽ ഇത് കണ്ടോ എൻ്റെ കയ്യിൽ ഇത്രയും സ്റ്റിച്ച് ഉണ്ട്, എന്നോട് വെള്ളം നനക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണ്ട. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പം മറ്റാരോടെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രം കഴുകാൻ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, കയ്യിൽ വെള്ളം നനക്കാൻ പറ്റില്ല. അപ്പോൾ ജിസേൽ പറയേണ്ട, അത് ലാലേട്ടൻ ഞാൻ നിവീൻ്റെ പാത്രം മാത്രമേ കഴുകി വെച്ചിട്ടുള്ളൂ, വേറെ പാത്രമൊന്നും കഴുകി വെച്ചിട്ടില്ല, വലിയ വെസൽസ് കഴുകുമ്പോൾ ാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയേണ്ടത് വേറെ ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കണമായിരുന്നു, ക്ലീൻ ആക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിവീൻ കേൾക്കില്ല ലാലേട്ട പറയേണ്ടത്. അപ്പം നിവീനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ നിവീൻ നിങ്ങൾ കേൾക്കില്ലേ, ഇവിടെ നിങ്ങളുടെ വർക്കല്ലേ, വർക്ക് നിങ്ങൾ ചെയ്യണ്ടേ. ലാലേട്ട ഇനി മുതൽ ഞാൻ ചെയ്യാം ലാലേട്ട, അതെന്താ അപ്പം ഇത്ര നാളും ചെയ്യില്ലേ. ഇല്ല ലാലേട്ട ഞാൻ ഇത്ര നാൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, നോ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, ഒരു കാര്യം ചെയ്താൽ എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എല്ലാവരെയും കാണിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ലാലേട്ട എന്ന് നിവീൻ പറയുന്നുണ്ട്. അപ്പം നിവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എല്ലാവരും കാണിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, അവനവൻ്റെ ഡ്യൂട്ടി അവനവൻ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നിവിനോട് ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരാൾ ജോലി ചെയ്തില്ലെങ്കിൽ അനീഷ് പാത്രം കഴിച്ചത് കണ്ടില്ലേ, അതുപോലെ കഴിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അനീഷ് എണീച്ചെന്ന് പറയുന്നുണ്ട്, അതേ ലാലേട്ട ഞാനും അനുമോളും അവിടെ കിച്ചണിൽ നിൽക്കണ സമയത്താണ് ആര്യം വന്ന് ഫുഡ് കഴിച്ച് കറിവേപ്പിലയും സാധനങ്ങളൊക്കെ ഉള്ള പാത്രം അവിടെ വെച്ചിട്ട് മിണ്ടാണ്ട് ഇറങ്ങിപ്പോയത്, അത് ഞങ്ങൾ കണ്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് അപ്പം തന്നെ കഴിച്ചത്. ആര്യന് സ്ഥിരമുള്ള പരിപാടിയാണ് ഇതെന്ന് മനസ്സിലായി, കാരണം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വന്നിട്ട് തിരിച്ചിവിടെ വന്ന് അക്ബറോട് പറയണം ഞാൻ പാത്രം കഴുകി വെച്ചതെന്ന്, അത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് കൈയോടെ പിടിച്ചിട്ട് വന്ന് പാത്രം കഴിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആര്യനെ ഇടയിൽ പറയാൻ ശ്രമിക്കുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിൽക്ക് ഒരാൾ സംസാരിക്കില്ല എന്നിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആര്യം പറയുന്നുണ്ട്, ഇല്ല ലാലേട്ട ഇത്ര നാളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു വീക്ക് മാത്രമാണ് ഞാൻ ചെയ്യാത്തത്, അത് ഇവർ വെസൽ നിറയെ കഴുകിയിട്ട് ഒരു വെസൽ കഴുകാൻ വന്ന് എന്നെ അവിടെ നിർത്തിയിട്ട് എല്ലാ വെസലും കഴുകിയിട്ട് കഴുകാന്ന് പറഞ്ഞപ്പോൾ ഈഗോ ഹേർട്ട് ആയതാണെന്ന് ആരെയും പറഞ്ഞിട്ട് പറയണ്ടേ. ഈ ജിസേലിൻ്റെ കാര്യം കൂടെ ഈ കൈ കൊണ്ട് വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ബാത്റൂം കഴുകി കൊടുത്തിട്ടുണ്ട്, പാത്രം കഴുകി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അനുമോളെ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടോ ചോദിക്കുമ്പോൾ അനുമോൾ പറയേണ്ടത്, അതേ ലാലേട്ട ആ പുള്ളിക്കാരന് പൊതുവേ ഒരു മടിയാണ്. അപ്പോൾ ലാലേട്ടൻ പുള്ളിക്കാരനല്ല ആര്യനാണത് പറയുന്നുണ്ട്. ലാലേട്ട ആര്യന് പൊതുവേ മടിയാണ് കാര്യങ്ങളിൽ പാത്രമൊക്കെ കഴുകാൻ. അപ്പോൾ ആര്യൻ മടിയെന്ന് പറഞ്ഞിട്ടാണ് ഈ വെസലിൽ ഉണ്ടായിരുന്ന കറിവേപ്പില അടിയിലൊക്കെ ഉള്ളത് ഞാൻ കൈ കൊണ്ടാണ് എടുക്കാറ്, ഞാൻ എൻ്റെ വർക്കൊക്കെ കറക്റ്റായി ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിച്ചത് കുറച്ച് ചീട്ട് എഴുതിയിട്ടിട്ടുണ്ട്, അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് ഓരോ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നതാണ്. ഫസ്റ്റ് തന്നെ എടുത്ത ചീട്ട് ഏതാണെന്ന് വെച്ചാൽ ബിന്നിയും ജിസേലും തമ്മിലുള്ള വഴക്കാണ്, അതായത് അടുക്കള കിച്ചൺ ഏരിയയിൽ ഉണ്ടായ വഴക്ക്, ഫേവറേറ്റ്സിന് മാത്രം ചായ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള വഴക്ക്. അപ്പോൾ എന്താണ് ജിസേൽ അവിടെ ഫേവറേറ്റിസം കാണിക്കുന്നുണ്ടോ
എന്താണ് അവിടെ ഉണ്ടായതെന്ന് ബിന്നിനോട് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അത് ഞങ്ങൾ വെസൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10 പേർക്ക് മാത്രം ചായ വെച്ച് കൊടുത്തു, ഫേവറേറ്റ്സിന് മാത്രം എന്ന് പറയുന്നുണ്ട്. അപ്പം ജിസേൽ പറയുന്നുണ്ട് ലാലേട്ട അത് പിന്നെ ഞാൻ രാവിലെ എണീച്ച് വരുമ്പോൾ എനിക്ക് വെസൽ കിട്ടണം, എന്നാലല്ലേ ചായ എല്ലാവർക്കും വെക്കാൻ പറ്റുള്ളൂ. 2 വെസൽ വേണം ചായ വെക്കാൻ, എന്നാലേ എല്ലാവർക്കും തികയുള്ളൂ. അവിടെ ഒരു വെസലേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ വെസൽ കഴുകാനിട്ടേക്കായിരുന്നു, അത് ഇവർ കഴുകി തന്നില്ല. ഉള്ള വെസലിൽ ഞാൻ ചായ വെച്ചു, അപ്പോൾ 10 കപ്പ് ചായ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ 10 പേർക്ക് കൊടുത്തു. അതിന് ഞാൻ ഫേവറേറ്റ്സിനാണ് ചെയ്യുന്നത്, കപ്പ് കഴുകി തരാം, 10 കപ്പ് കഴുകി തരാൻ പറഞ്ഞതിനൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പിന്നെ പറയുന്നുണ്ട് അത് ലാലേട്ട ഇവിടെ ചായ കുടിച്ചാലും പായസം കുടിച്ചാലും എന്ത് കുടിച്ചാലും കപ്പൊക്കെ അങ്ങനെ വെച്ചുകൊണ്ട് പോവുകയാണ്, ആരും സ്വന്തം കപ്പൊന്നും കഴുകുന്നില്ല, കുറേ ആയിട്ടുണ്ട് അവിടെ, അതുകൊണ്ടായിരുന്നു നേരം വൈകിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വലിയ വെസൽ വേണമെങ്കിൽ ചോദിച്ചാൽ ഞങ്ങൾ വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ജിസേൽ പറയുന്നുണ്ട് തരണം, എന്തിനാ ചോദിക്കണേ, ഇങ്ങോട്ട് തന്നാലല്ലേ എനിക്ക് ചായ വെക്കാൻ പറ്റുള്ളൂ ചോദിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ഇവർ രാത്രി ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, അത് അവർ രാവിലെ ചെയ്യാതെ. ഇപ്പോൾ ചായ 10 ഇടണ പാത്രത്തിൽ 10 ഇടാൻ പറ്റുള്ളൂ ലാലേട്ട, അങ്ങനെ 10 ഇട്ടതിന് 10 ഫേവറേറ്റ്സിന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ലാലേട്ട ശരിയാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആലു പൊറാട്ടൻ്റെ എടുക്കുന്നുണ്ട്. ജിസേൽ ഫേവറേറ്റിസം ചെയ്ത് ആലു പൊറാട്ട എല്ലാവർക്കും കൊടുക്കുന്നത് ഒരു ഗെയിം പ്ലാൻ ആണ്, എല്ലാവരുടെ അടുത്തും ഉള്ള ഒരു സേഫ് ഗെയിം പ്ലാനിങ് ആണ് അത് എന്നാണല്ലോ പറയണത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ലാലേട്ട, ഞാൻ എൻ്റെ സ്നേഹമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, അല്ലാതെ അവരെ സേഫ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഇവിടെ നിർത്തിക്കോളുക, അത് ചെയ്യണ്ട, പിന്നെ സാധനങ്ങൾ ഒളിച്ചു വെക്കാറുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രന ഫാത്തിമ നൈസ് എന്ന് പറയുന്നുണ്ട് അതേ ലാലേട്ട, ജിസേൽ ഫേവറേറ്റിസം കാണിച്ചിട്ട് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയാൽ ആര്യൻ, അക്ബർ, ഷാനവാസ് ഇവർക്ക് 3 പേർക്കുള്ളതേ ഉണ്ടാക്കുള്ളൂ, ഇനി ഞങ്ങൾ കണ്ടാൽ വേണമെങ്കിൽ ഒരു പീസ് തരും എന്നല്ലാണ്ട് ഫേവറേറ്റിസം ഇവിടെ ഭയങ്കരമായി കാണിക്കുന്നുണ്ട് ജിസേൽ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് രന ഫാത്തിമ. അപ്പോൾ അത് നിർത്തിക്കൊള്ളാൻ ലാലേട്ടൻ പറഞ്ഞു ഇനി ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുക്കൂല ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണല്ലോ നമ്മളുടെ ജിസേൽ, അതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി എടുത്തതാണ് തക്കാളി വേഴ്സസ് ക്യാരറ്റ്. അതിന് മുമ്പ് പിന്നെ ലാലേട്ടൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ജിസേൽ ഒരു ഗെയിമായി എടുക്കണം, ഒരു ജയിൽ നോമിനേഷൻ ചെയ്തപ്പോഴത്തേനും അക്ബർ ചെയ്തപ്പോഴത്തേനും എന്തൊക്കെയാണ് ജിസേൽ കാണിച്ചത്, പൊറാട്ട ഉണ്ടാക്കി തന്നില്ലേ, കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ചും സംസാരിച്ച് അതിനുശേഷമാണ് തക്കാളി വേഴ്സസ് ക്യാരറ്റ് എന്ന് പറഞ്ഞുള്ള ഇഷ്യൂ എടുത്തത്. അതായത് അനുമോൾ ക്യാരറ്റ് തിന്നപ്പോൾ വിഷയം ഉണ്ടാക്കിയതും ആര്യൻ തക്കാളി ഇന്നപ്പോൾ വിഷയം ഇല്ലാതായതും എന്നുള്ളതൊക്കെ രീതിയിൽ എടുത്തത്. എന്നിട്ട് ആര്യനോട് ചോദിച്ചു ഒരുപാട് തക്കാളി ഇഷ്ടമാണോ, ഒരുപാട് തക്കാളിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ പറയുന്നുണ്ട് അത് ഒരു കഷ്ണം ക്യാരറ്റ് കുറേ നാളായി ഫ്രീസറിൽ ഇരിക്കണം, അത് കണ്ടപ്പോൾ എടുത്ത് ഞാൻ തിന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം പിന്നെ ചോദിച്ചു അനുമോളുടെ മേത്തേക്ക് ആര്യനെ തള്ളിയിട്ടല്ലോ മസ്താനി, അതിനെക്കുറിച്ച് ചോദിച്ചു എന്താണ് മസ്താനി ഇങ്ങനെ തള്ളിയിടാൻ പറ്റുമോ നിങ്ങളുടെ മേത്തേക്ക്. അപ്പോൾ മസ്താനി എണീച്ച് പറയുന്നുണ്ട് അത് ലാലേട്ട ഈ അനുമോള് റേറ്റിംഗ് കൂട്ടണ കാര്യവും അതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് ആര്യൻ എന്നോട് പറഞ്ഞു ഒന്ന് തള്ളാൻ പറഞ്ഞു, ഗെയിമായിട്ട് തമാശയായിട്ടാണ് ലാലേട്ട ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ മസ്താനിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മേത്തേക്ക് ഒരാൾ അറിയാണ്ട് വന്ന് വീണപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയി, നിങ്ങൾ മറ്റൊരാളുടെ മേത്തേക്ക് തള്ളിയിട്ടപ്പോൾ അത് കളിയാണല്ലേ, എന്ത് തള്ളാണ് മസ്താനി, എന്ത് തള്ളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ചോദിച്ചാണ് സാബുമാൻ ഇല്ലേ ഇവിടെ, സാബുമാൻ എന്നൊരാൾ ഇവിടെ ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ സാബുമാൻ ഉണ്ട് ലാലേട്ടാ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നെച്ചിങ്ങനെ എന്താ സാബുമാൻ അനുമോളെ കുറിച്ചിട്ട് ഹിപ്പോക്രേറ്റ് ആണെന്നൊക്കെ പറയണ കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാബുമാൻ പറയണ്ട അത് ലാലേട്ടാ ഞാൻ ചെറുതായി ഒന്നേ പറഞ്ഞുള്ളൂ, അതായത് ഇവിടെ ഫുഡ് എടുത്തിട്ട് പോണത് കഴിക്കണത് അനുമോള് നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ ഫുഡ് എടുത്തിട്ട് പോയി കഴിച്ചു, ഇവർ ഫുഡ് എടുത്തിട്ട് പോയി കഴിച്ചു എന്നൊക്കെ പറയും, പക്ഷേ പിറ്റേ ദിവസം അനുമോൾ എന്നെ ക്യാരറ്റ് എടുത്തിട്ട് കഴിച്ചത് കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ് ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല സാബുമോൻ അല്ലാതെ നിങ്ങളെ എവിടെയും കാണാനില്ലല്ലോ ചോദിക്കുമ്പോൾ ലാലേട്ട ഞാൻ എല്ലാവിടെയും ഉണ്ട്, എല്ലാവിടെയും ഉള്ളതുകൊണ്ട് കുറച്ച് ലാലേട്ടൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കാണാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇനി ഞാൻ ശ്രദ്ധിക്കാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അടുത്തായി പറഞ്ഞാൽ കുക്കീസിൻ്റെ ഇഷ്യൂ, നിവിൻ കുക്കീസ് ഉണ്ടാക്കിയ ഇഷ്യൂ, എന്താണ് കുക്കീസ്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെയാണ് ചേർത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. രനാനോട് ചോദിക്കുന്നുണ്ട് എന്ത് കുക്കീസായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റനും ഹൗസ് ക്യാപ്റ്റനൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് ഇഷ്യൂ ഉണ്ടായിരുന്നില്ലല്ലോ കുക്കീസ് ഉണ്ടാക്കാനും. അതുപോലെ അനുമോൾ ചോറ് എടുത്ത് തിന്നപ്പോൾ അതൊരു ഇഷ്യൂ ഉണ്ടാക്കി, എന്താ കുറച്ച് കറി കൊടുത്തൂടെ, ഒരാൾക്ക് ഒരു രീതിയിലും ഡബിൾ സ്റ്റാൻഡായി നിന്ന കാര്യങ്ങൾ, പ്രവീൺ ഡബിൾ സ്റ്റാൻഡായി നിന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പ്രവീണിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അടുത്ത ആഴ്ച
എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, ആ ലാലേട്ട ഈ ആഴ്ച എനിക്ക് ഇവിടുന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് വരെ തോന്നി, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് എല്ലാവരും പറയുകയും ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കിച്ചൺ ക്യാപ്റ്റൻ നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻസി നോമിനേഷനിൽ ഒരാളും എൻ്റെ പേര് പറഞ്ഞില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ലാലേട്ട, അടുത്ത വീക്കിൽ ഞാൻ കിച്ചണിൽ തന്നെ ഇരിക്കാൻ പോവുകയാണ്, എന്ത് സാധനം വന്നാലും എടുത്ത് കഴിച്ചിട്ടും മിണ്ടാതെ പോകുന്നു ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് പ്രേക്ഷകർ അതല്ലല്ലോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ എലിമിനേഷനാണ് അവിടെ നടന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി, പ്രവീൺ തന്നെ ഞെട്ടിപ്പോയി, എന്താപ്പോൾ സംഭവിച്ചതെന്നുള്ള രീതിയിലായിപ്പോയി. മസ്താനിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, ലക്ഷ്മിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണിപ്പോൾ പ്രവീണ് പോവാനുള്ള കാരണങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും ആലോചിച്ചിരിക്കണം. മസ്താനിയൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ലാലേട്ടൻ്റെ അടുത്തേക്ക് പ്രവീൺ വന്നിട്ട് പ്രവീണിനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ലാലേട്ട അവിടെ ഞാൻ അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്, പക്ഷേ വെറും ബീം ബാഗിൽ മാത്രം കിടക്കുകയും ഹൗസ് മേറ്റ്സിനോട് സംസാരിക്കാത്ത ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഗെയിം കളിച്ച് എന്നെ ഇങ്ങനെ പുറത്താക്കിയത് എന്തിനാണെന്ന് അറിയണില്ല ലാലേട്ട. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ പ്രേക്ഷകരോട് പരമാവധി പറയുന്നുണ്ട് ഗെയിം കളിക്കുന്നവരെ അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകരുടെ തീരുമാനം ഇതായി പോയല്ലോ എന്നൊക്കെ ലാലേട്ടൻ പ്രവീണിനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സീന് കാണിച്ചതാണ്, ഒരു നോമിനേഷനുള്ളവരോടൊക്കെ എണീച്ച് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നോമിനേഷൻ ഇല്ലാത്തവരോട് ഒരു ഭാഗത്തും ഇരുന്നിട്ട് ഒരു ഗെയിമായിരുന്നു, ഇൻഡു ഉണ്ടാവും ടിക്ക് ഉണ്ടാവും, നിൽക്കണം എന്നുള്ളവരും ആര് പുറത്താവും എന്നുള്ളവരുടെ നെറ്റിയിൽ ഇൻഡു ഇട്ടിട്ട് അതെന്താ കാരണം പറയാനും, ടിക്ക് ഇട്ടിട്ട് അല്ലാത്തവരുടെ നെറ്റിൽ ടിക്ക് ഇട്ടിട്ട് അതും പറയാൻ, അതായത് ഈ നോമിനേഷനിൽ ഇല്ലാത്തവർ വേണം പറയാൻ. അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയത് നമ്മുടെ ലക്ഷ്മിക്കാണ്, പുറത്തു പോകും എന്നുള്ളത്. ഓണിയലിൻ്റെ ഇഷ്യൂ തന്നെയാണ് പറഞ്ഞത്. അപ്പം കൂടുതൽ ലക്ഷ്മിക്കാണല്ലോ കിട്ടിയത്. അപ്പം ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഇത് എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ലാലേട്ട കഴിഞ്ഞ വീക്കിലെ ഇഷ്യൂസ് വെച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ഓണിയലിനോട് വീണ്ടും സോറി ചോദിക്കണം. അപ്പോൾ ഓണിയൽ പറയുന്നുണ്ട്, ഞാൻ സോറി അക്സെപ്റ്റബിൾ അല്ല, അത്രയും വലിയൊരു അലിഗേഷനാണ് എനിക്ക് നേരെ വെച്ചത്, ഒരു കാര്യം ചെയ്യണം, എല്ലാ പുരുഷന്മാരോടും കൂടി ചേർന്നിട്ട് ലക്ഷ്മി ഇതിന് സോറി പറയുന്നുണ്ട്. ലക്ഷ്മി അപ്പോൾ അവിടെ സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, മസ്താനിയാണ് എവിക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. മസ്താനി എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മസ്താനി ആരെയും കെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം കെട്ടിപ്പിടിക്കാനും കരയാനും വന്ന അനുമോളിലേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ തട്ടി മാറ്റി ഒരാൾക്കും ഷെയ്ക്കൻ്റെ ഒന്നും കൊടുക്കുന്നില്ല, എന്തോ പോലെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ആര്യൻ്റെ ഡാൻസ് മസ്താനി പോയേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് പോകുമ്പോൾ മസ്താനി കാണിച്ചല്ലോ, അതിൻ്റെ ഇരട്ടിയായിട്ട് ആരെയും കാണിക്കുന്നുണ്ട്. പക്ഷേ ശരത്ത് പോയപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ അയ്യോ ഒരാൾ ഔട്ടാവണേന് എന്തിനാ അപ്പം ഇങ്ങനെ ചെയ്തേന്നുണ്ട്. പക്ഷേ ഈ മസ്താനി പോകുമ്പോൾ കാണിക്കുമ്പോൾ എന്തിനാ ചെയ്തേന്നല്ലോ, ഇത് അവൾ ഡിസേർവ് ചെയ്യുന്നതാണ്, ഇവൾക്ക് അത് ചെയ്യാനേ വേണം എന്നാണ് തോന്നിപ്പോയത്. അപ്പം അതിനു മുമ്പ് ഷാനവാസ് വന്നിട്ട് ഷെയ്ക്കൻ്റെ കൊടുക്കണമല്ലോ, വന്നിട്ട് ഷെയ്ക്കൻ്റെ കൊടുക്കണം, ഞങ്ങൾ കൈകൊട്ടണം ഇതാക്കണമൊന്നുമില്ല, നീ ഔട്ടായേനെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ ആര്യൻ ഇങ്ങനെ ഭയങ്കര ഡാൻസ് മസ്താനി പോയി എന്ന് പറഞ്ഞിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് ഉണ്ട്. പക്ഷെ അക്ബർ മറ്റേ പുലികളിയുടെ മാസ്ക് ഒക്കെ എടുത്തിട്ട് ജിസയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. എന്നിട്ട് അക്ബർ വന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്, മതി എന്ന് പറഞ്ഞിട്ട് ആര്യനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പാനി പോയപ്പോൾ ഡാൻസ് കളിച്ചതല്ലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് ആര്യൻ. എന്നിട്ട് എല്ലാവരും കൂടെ മൈക്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ട് പറയുന്നുണ്ട്, അതായത് അപ്പാനിയുടെ ഗ്യാങ്, അപ്പാനിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇത്രയും ചെയ്തു തരാൻ പറ്റിയത്, അവൾ പുറത്ത് പോയിട്ടുണ്ട്, നമ്മൾക്ക് പുറത്ത് വന്നിട്ട് അടിച്ചു പൊളിക്കുക. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ ബിന്നി പറയുന്നുണ്ട്, അപ്പാനി പോയപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാണ് പെട്ടി പാക്ക് ചെയ്ത് വെക്ക്, നീ ജസ്റ്റ് മിസ്സാണ്, അടുത്ത വീക്ക് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞവളാണ്. സോ അവളാണ് ഇപ്പോൾ പുറത്തു പോയത്, നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക, നീ സന്തോഷിക്കും മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനിയോട് പറയണ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് അവരെല്ലാവരും പറയണേ. റെന ഫാത്തിമ പറയണ്ടേ കർമ്മ ഈസ് റിയൽ, അവൾ ചെയ്തതിനുള്ള കർമ്മ അവൾക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആദില നൂറ പറയുന്നുണ്ട് ഇത് അവൾ ഡിസേർവ് ചെയ്യുന്നതാണ്, ഇങ്ങനെ തന്നെയാണ് അവൾ പുറത്ത് പോകേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മിനോട് എന്താണ് എന്ന് മസ്താനി വന്ന് ലാലേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് പോയതിന് ശേഷം വീണ്ടും ഹൗസ്മേറ്റ്സിനെ കാണാൻ വന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി എന്താണ്
എന്താണ് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് പ്രവീൺ പോയത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് അവൻ്റെ നെഗറ്റീവ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവൻ പുറത്തു പോയെന്ന് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ മസ്താനിക്ക് ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു 13 അവളുടെ ലക്കി നമ്പർ അല്ല, ഞാനായിരിക്കും ഇപ്രാവശ്യം പോവാന്ന്, അതുകൊണ്ട് എനിക്ക് അത് വലിയ ഇതായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ എന്നിട്ട് പോവുകയാണ്. പോകുമ്പോൾ ഹൗസ്മേറ്റ്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ പറയുന്നത് ഈ വീക്ക് ഹോട്ടൽ ബിഗ് ബോസ് ഹോട്ടലാവാൻ പോവുകയാണ്, പ്രതീക്ഷിക്കാത്ത ചില അതിഥികൾ നമുക്ക് ഇവിടെ വരാം, പ്രധാന അതിഥികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിക്കുന്നത് ഓണിയാലും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുകയാണ്. മറ്റേ യേശുവിനെ കുറിച്ച് തന്നെ സംസാരിച്ച് അതൊരു കോംപ്രമൈസ് പോലെ ആക്കി വിടുകയാണ്. ഞാൻ മെച്യൂർഡ് ആയതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ തീർന്ന്, അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ എന്തായിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള്, റന, ആദില, അഞ്ഞൂറ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. അനുമോള് എന്തിനാണ് ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇതാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റന പറയുന്നുണ്ട് അവള് പോകുമ്പോൾ അപ്പാനി പോകുമ്പോൾ അവൾ അങ്ങനെയല്ലേ ചെയ്തത്, അപ്പോൾ അവൾക്കും അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ ഒരാളിനെ ചെയ്യാൻ പാടില്ല, ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ചെയ്തതിന് അവളെ ചെയ്തു, അത് നമുക്കൊരു സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല കർമ്മ എന്നുള്ളതുണ്ടല്ലോ അത് അവർക്ക് കിട്ടുമല്ലോ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് കർമ്മ എന്നുള്ളത് മഴയത്തുനിന്ന് വരുമൊന്നുമില്ല, നമ്മൾ തന്നെ കൊടുക്കേണ്ടതാണ്, അത് ചെയ്തതിന് യാതൊരു ഇതും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് ആര്യൻ അക്ബറിനോട് പറയുന്നുണ്ട് ഇപ്പോഴും അനുമോള് ഞാൻ അത് ചെയ്തതിനും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനായി അത് ചെയ്തപ്പോൾ, അത്രയും അപ്പാനിങ് ചെയ്തതാണ് അവൾ പോകുമ്പോൾ നമ്മളൊക്കെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാബുമാൻ അപ്പുറത്ത് ഷാനവാസിനോടും അതിലനൂറൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് മസ്താനി ഒരു ഷെയ്ക്കൻഡ് പോലും തന്നില്ല പോണ സമയം, ഞാൻ അവളിനെ ചൊറിയാനൊന്നും പോയിട്ടില്ല, എന്നിട്ടും അവൾ എനിക്കൊരു ഷെയ്ക്കൻഡ് തന്നില്ല പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് അല്ലെങ്കിൽ മസ്താനി ആർക്കും ഒന്നും തന്നിട്ടില്ല, ജിഷിൻ ചേട്ടനും നിവീനും മാത്രം ഷെയ്ക്കൻഡൊക്കെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതായി കാണിക്കുന്നത് ഓനിൽ, ജിഷിൻ, രന അവർക്കുള്ള ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിനുള്ള റീഗൽ ജ്വല്ലേഴ്സിൻ്റെ പിഗ്ഗി ബാങ്ക് കോയിൻ കൊടുക്കുന്നതാണ്, അവർ അത് ഇടുന്നതൊക്കെ കാണിക്കുന്നത്. പിന്നെ നൈറ്റാണ് കാണിക്കുന്നത്. നൈറ്റ് ആര്യൻ്റെ ബെഡിൽ വന്നിട്ട് നിവിൻ കിടക്കുന്ന അവിടെ നിന്ന് മാറടാ എനിക്ക് കിടക്കണം പറഞ്ഞിട്ട് ആര്യനെ ചവിട്ടിയാട്ടി വിടുന്നുണ്ട്. അപ്പോൾ അവൻ കിടക്കുന്നില്ല. എന്നിട്ട് ഒരുവിധം പറഞ്ഞ് അവനെ എണീപ്പിച്ച് അപ്പുറത്തേക്ക് വിട്ട് തിരിച്ച് ഇവിടെ കിടക്കാൻ വരുമ്പോഴത്തേനും അവിടെ കയറിയിട്ട് റെന ഫാത്തിമ കിടക്കുന്നു. അപ്പോൾ റെന ഫാത്തിമ കിടക്കുമ്പോൾ ഒന്നും പറയുന്നില്ല, ആരും പെട്ടെന്ന് പോയി മേലെ കൂടെ കിടക്കാൻ ഇങ്ങനെ കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് റെന ഫാത്തിമ എണീക്കുന്നുണ്ട്, എണീച്ചിട്ട് മാറിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ബിന്നിനോട് പറയുന്നുണ്ട് ഇങ്ങനെ അവൻ ചെയ്ത് എനിക്ക് എന്തോ പോലെ ആയി എന്ന് പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അതിപ്പോൾ ബാഡാണോ ഗുഡാണോ എന്ന് നീ നന്നായി ചിന്തിക്ക്, കാരണം ഒരു പ്രശ്നം ഇപ്പോൾ തീർന്നില്ല, അപ്പുറത്തിന് ഈ ഒരു പ്രശ്നം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ വെറും ഇമാതിരി വള്ളിക്കേസുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരു പ്രശ്നം തീരുമ്പോഴത്തേനും ഒരു പ്രശ്നം ഫസ്റ്റ് മുതൽ തുടങ്ങിയതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തീരൂല തോന്നുന്നു ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ. ഇതൊക്കെ എങ്ങനെ ഇത് പറയാനാ? എന്നിട്ട് ബിന്നി പറയുന്നുണ്ട് ഇത് ഗുഡാണോ ബാഡ് ടച്ച് ആണോ എന്നുള്ളത് നീ നന്നായി മൈൻഡിൽ പ്രോസസ്സ് ചെയ്യേ, എന്നിട്ട് നിനക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് ബാഡ് ആണെങ്കിൽ തോന്നിയാൽ നീ സ്ട്രോങ് ആയി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കും. നിനക്ക് അങ്ങനെ തോന്നി അപ്പം തന്നെ അവിടുന്ന് സംസാരിക്കായിരുന്നില്ലേ, നീ എന്തിനാ അങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോള് വരുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോളോടും ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയപ്പോൾ ആര്യൻ ഇങ്ങനെ എന്നെ ചെയ്തു, എനിക്ക് ഭയങ്കര ഇതായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവിടെ പോയ ആവശ്യം, നിനക്ക് എന്തായിരുന്നു അവിടെ പോയി കിടക്കേണ്ട ആവശ്യം എന്ന് അനുമോൾ ചോദിച്ചിട്ട് അവിടുന്ന് എണീച്ച് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ റെന ഫാത്തിമ വീണ്ടും കരയുന്നുണ്ട്. കരയുമ്പോൾ ബിന്നി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് കരയുന്നത്, ഇപ്പം കരയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ റെന ഫാത്തിമ പറയുന്നുണ്ട് ഞാൻ പേടിച്ചു പോയി പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് കരയുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് നിന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് അറിയില്ല. എന്താ പറയുക, ഈ മാതിരി കേസ് കെട്ടുകളാണ് ഇപ്രാവശ്യത്തെ സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത്, എന്താണെന്ന് അറിയില്ല. സോ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റും കൂടെ താഴെ കാണണേ, കമൻറ്റ് ഇടാൻ മറക്കരുതേ, ഒരു ലൈക്ക് കൂടണേ കാണുമ്പോൾ. താങ്ക് യു ഫോർ വാച്ചിങ്.